പള്ളിവക 1.5 കോടി തട്ടിയെടുത്തു. പാലാ പൂവരണി സ്വദേശിയും ധ്യാന പ്രാസംഗകനുമായ ഫാദർ ടോം തകടിപ്പുറം അമേരിക്കയിൽ അറസ്റ്റിൽ. ഇടവകയുടെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി $1,64,000 ഏകദേശം 1.5 കോടി രൂപ നിക്ഷേപിക്കുകയും പിന്നീട് ആ തുക സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്ത മലയാളി കത്തോലിക്ക വൈദികനായ ഫാദർ ടോം തകടിപ്പുറത്തിനെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അയോവ സംസ്ഥാനത്തിലെ ഡെസ് മോയിൻസ് രൂപതാംഗമാണ് 61-കാരനായ ഫാദർ ടോം. 2011 മുതൽ യുഎസിലെ വിവിധ ഇടവകകളിൽ വികാരിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നിലവിൽ ഷെനഡോവ സെന്റ് മേരീസ് പള്ളി വികാരിയാണ്. കൂടാതെ ഹാംബർഗ് ഇടവകയുടെ ചുമതലയും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. 2017 മുതൽ ഈ 2 പള്ളികളുടെയും വികാരിയാണ്. കഴിഞ്ഞ മാസം അവസാനമാണ് ഇദ്ദേഹം അറസ്റ്റിലായത്. തട്ടിപ്പ്, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി 6 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവ. ഈ വർഷം ജനുവരിയിലാണ് ഇയാൾ തട്ടിപ്പ് തുടങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം ഒരു മിഷണറി സംഘടനയുടെ മറവിൽ ഇടവകയുടെ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി $24,000 നിക്ഷേപിച്ച ശേഷം പിന്നീട് ആ തുക ഇദ്ദേഹത്തിന്റെ സ്വന്തം പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി. ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി $1,64,000 തട്ടിയെടുത്തു എന്നാണ് കേസ്. എന്നാൽ മിഷണറി സംഘടനയുടെ ചുമതലക്കാർ തന്നെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്നാണ് ഇടവകയുടെ ചുമതലക്കാരോട് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. പോലീസ് അന്വേഷണത്തിലാണ് ഫാദർ ടോം തകടിപ്പുറത്തിന്റെ തരികിടകൾ പുറത്തായത്. കഴിഞ്ഞ മാസം 22-ന് അയോവ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു. വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും. തട്ടിപ്പ് കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ഇടവക വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാനോനിന നിയമപ്രകാരമുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണെന്നാണ് രൂപത വക്താവ് പ്രതികരിച്ചത്. ക്ലാരീഷ്യൻ സന്യാസ സമൂഹാംഗമായ ഫാദർ ടോം തകടിപ്പുറം നേരത്തെ കേരളത്തിലെ ഒരു സെമിനാരിയുടെ ഡയറക്ടറുമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി 2000-ൽ മിനസോട്ടയിലെ ജോൺ വിയാനി സെമിനാരിയിൽ ചേർന്നു. ഇടവക വികാരി എന്ന ചുമതലയ്ക്ക് പുറമെ വിവിധ സന്നദ്ധ സംഘടനകളിലും സജീവ സാന്നിധ്യമായിരുന്നു തകടിപ്പുറം. പാലാ രൂപതയിൽപ്പെട്ട പൂവരണി സ്വദേശിയാണ് ഫാദർ ടോം തകടിപ്പുറം. തകടിപ്പുറം നടത്തിയ തട്ടിപ്പ് നല്ല രീതിയിൽ ഇടവക ഭരണം നടത്തുന്ന മറ്റു വൈദികരെയും സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുകയാണ്. സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമുന്നയിച്ച പല സംഘടനകളും ഇതിനോടകം തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം.